السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد، فإن خير الكلام كلام الله، وخير الهدي هدي سيدنا محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. رواه الإمام المسلم في صحيحه. തിരുസത്ത മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ഒരു നാല് അഹ്ലുസുഫ ഹദീസ് ക്ലാസ് ചില രൂപത്തിൽ ഒരു പുതിയ അധ്യയന തരഗതി നിങ്ങൾ മുന്നിൽ തുടങ്ങിയത്. ഇതിൽ പിന്നെ ഓരോ നാളും ഞങ്ങൾ പഠിക്കണായോ ഉപയുക്തമായോ ഹദീസിലെ ചില വിഷയങ്ങൾ നിങ്ങൾക്ക് എത്തുപാട്ടി തുറകായിട്ട് പ്ലാൻ ആക്കിക്കൊണ്ടുള്ളൂ. അപ്പൊ ആദ്യമായിട്ട് ഈ അഹ്ലുസുഫ ഹദീസ് ക്ലാസ് ചെല്ലത് ഈ പൊതുനാസനാൾ 2026 ഫെബ്രുവരി പോണുന്നു. പൊതുനാസനാൾ ആരംഭാക്കിയത്, ബിഗിനിങ് ആക്കിയത്, സ്റ്റാർട്ട് ആക്കിയത് ഞങ്ങൾക്ക് എല്ലാവരും കൊഞ്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നൊരു പലക ഇമാം ബുർഹാനുദ്ദീൻ സർനൂജി പഠിക്കുന്നതായ ഉസ്താദുമാർക്കും പഠിപ്പാട്ട ഉസ്താദുമാർക്കും പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾക്കും എഴുതി വെച്ചതായ ഒരു കിതാബായിട്ട് താലീം താലീം. അതിലൊരു ഹദീസ് നബി തങ്ങളതായിട്ട് ഇമാം പഠിപ്പാട്ട് മാമിൻ ഷൈഇൻ ബുദിഅ ഫി യൗമിൽ അർബിആയി ഇല്ലാ വഖത്തമ്മ. പൊതുനാസ് തുടങ്ങിയ ഏത് കാര്യം അത് സക്സസ്ഫുൾ ആവുണ്ടായിരിക്കും. മാത്രമല്ല പഠിക്കാനായ വിഷയ, പഠിപ്പാട്ടനായ വിഷയ, ബുർഹാനുദ്ദീൻ സർനൂജി തങ്ങൾ ഇൽമിയായ വിഷയ, ബുർഹാനുദ്ദീൻ സർനൂജി തങ്ങൾ ഉസ്താദ് പൊതുനാസ നാളുകൾ സെലക്ട് ആക്കിയോണ്ട് കിതാബിൽ കാണും. വക്കാന യൂക്കിഫു ബിദായത്ത ദർസി ഇലാ യൗമിൽ അർബിആയി. പൊതുനാസ നാളുകൾ ഇൽമിയായ വിഷയ സ്റ്റാർട്ട് ആക്കുക സെലക്ട് ആക്കിയോണ്ട് ബുർഹാനുദ്ദീൻ സർനൂജി ഉസ്താദോ ചരിത്രത്തിൽ നമുക്ക് കാണുക സാധ്യമാണ്. അപ്പൊ അതുകൊണ്ടായിട്ട് ഇന്നത്തെ ഈ പൊതുനാസ നാള് ഞങ്ങൾ അഹ്ലുസുഫ ഹദീസ് ക്ലാസ് ചെല്ലുക ഈ ഒരു ദീനി കാര്യ ചട്ടോടിക്കാനാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഫസ്റ്റത്തെ ക്ലാസ് ആയതുകൊണ്ട് ഹദീസിലോ ശ്രേഷ്ഠതെന്തോ മഹത്വം എന്തോ ಅದಕ್ಕೆ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മഹാന്മാരായ അയിമത്തും കാട്ടിയ മഹത്വം എന്തെല്ലാം ആയിട്ടുണ്ട് സംക്ഷിപ്തമായിട്ട് ചെറിയ പലകത്തിൽ ചെന്നിട്ട് ഈ വോയിസ് ക്ലിപ്പ് ഞാൻ ഇപ്പാട്ടെ ഇൻഷാ അല്ലാഹ് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ആണ്ടി യാറെ പോവാത്ത രൂപത്തിൽ അത് ഉൾക്കായിട്ട് എല്ലാ നാളും ദൈനംദിനമായിട്ട് നല്ല നല്ല വിഷയത്തിൽ ഓരോ നാളും ഹദീസ് ക്ലാസ് എടുക്കുവാനാണ് ഉദ്ദേശിക്കുന്ന മുഅ്മിനീങ്ങളായ നിങ്ങൾ എല്ലാവരും, ചങ്ങായിമാരായ ഫ്രണ്ട്സുമാരായ നിങ്ങൾ എല്ലാവരും സഹകരിക്കുന്ന ഗ്രൂപ്പിലുള്ള വോയിസ് കേട്ടിട്ട് ചങ്ങായിമാർക്ക് നിങ്ങൾ ഫാമിലി ഗ്രൂപ്പ്, പ്രായത്വ ഗ്രൂപ്പ്, സംഘടനാ ഗ്രൂപ്പ്, ಬೇರೆ എന്തെല്ലാം സാമൂഹിക ഗ്രൂപ്പെല്ലാം ഉണ്ട് ಅದೆಲ್ಲ ಈ ವಿಷಯ ಶೇರ್ ಹಾಕೋಣ. അങ്ങനെ എല്ലാവരും പരസ്പര ഇൽമു പഠിക്കുക, സഹകരിക്കണം, പഠിപ്പാട്ടുക സഹകരിക്കണം. അല്ലാഹു നമുക്ക് ഇതെല്ലാം ഒരു സ്വാലിഹായ സൽക്കർമ്മത്തെ പ്രതിഫലമായിട്ട് നാളെ ആഖിറത്തിൽ തരട്ടെ. നാളെ ഞങ്ങൾ എല്ലാവരും ഭയങ്കര കഷ്ടത്തിലിരിക്കുമ്പോൾ സ്വർഗത്തിൽ എത്തുപാട്ടുമ്പോഴത്തോ സ്വാലിഹായ അമലായിട്ട് ഈ അഹ്ലുസുഫ ഹദീസ് ക്ലാസ് അല്ലാഹു കാരണമാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇസ്ലാം ധർമ്മത്തിൽ വിശുദ്ധമായ ഖുർആൻ ചെല്ലോ ഏറ്റവും വലിയൊരു പ്രൂഫ്, തെളിവ്, പുറാവെ. അത് കഴിഞ്ഞെങ്കിൽ രണ്ടാമത്തെ സ്ഥാനത്തുള്ള വലിയൊരു പുറാവായിട്ട് ഹദീസ് ചെല്ലത്. ഖുർആൻ ചെല്ലതൊരു ഒരു വിശദീകരണ എക്സ്പ്ലനേഷൻ ആക്കുമ്പോഴത്തെ വിഷയമായിട്ട് ഹദീസ് ഉണ്ട്. ഇമാം സുബിക്കി റളിയല്ലാഹു അൻഹു ജമ്മുൽ ജവാമിൽ ചെന്നതായിട്ട് പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ പഠിച്ച ഉസ്താദുമാർക്കെല്ലാം ഗൊന്തുള്ള വിഷയം എന്തായിട്ട് ഈ ഹദീസ് ചെന്നെങ്കിൽ എല്ലാവരും പണ്ടിൽ പിന്നമേ കേട്ട ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്ന് വാദിൽ ക്ലാസ്സിൽ പ്രായത്തെ ഉസ്താദുമാർ വായിൽ മദ്രസത്തിലെല്ലാം ഞങ്ങൾ കേട്ടതായിട്ട് ഹദീസ് എന്തോ ഹദീസ് ചെന്നെങ്കിൽ മിഷ്കാത്ത് ചെല്ല കിതാബിടോ പിന്നെ ഇൻട്രൊഡക്ഷൻ എഴുതിയോ മുഖദ്ദിമ എഴുതിയോ അബ്ദുൽ ഹഖ് ദഹ്ലവി അൽ ഹിന്ദി റഹിമഹുല്ലാഹ് മുഖദ്ദിമത്തുൽ മിഷ്കാത്തുൽ ചന്തൻ നമുക്ക് പരിപാടി തന്നെ യലം അന്നൽ ഹദീസ് ഫി ഇസ്തിലാഹി ജുംഹൂരിൽ മുഹദ്ദിസീന യുത്ലഖു അലാ ഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫിഅലിഹി വതഖരീരിഹി. ഹദീസ് പണ്ഡിതന്മാർ എല്ലാവരും പിന്നെ ഒമ്മത്ത് അഭിപ്രായത്തിൽ ചെന്ന പലക എന്ന് പറയുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പലക, അതുപോലെ നബി തങ്ങളോ ആക്ടിവിറ്റി, നബി തങ്ങ ആക്കിയോ കാര്യങ്ങൾ, ഓരോ പ്രവർത്തനങ്ങൾ, അതുപോലെ നബി തങ്ങ അംഗീകരിച്ചത്, നബി തങ്ങ പിന്നെ എന്തെങ്കിലും ഒരു സ്വഹാബി ആക്കുമ്പോൾ അത് ഓക്കെ ചെന്നതും അത് ആക്കണ്ട ചെന്നതും ഇങ്ങനത്തെ നബി തങ്ങൾ ഇതുണ്ടല്ലേ, സമ്മതം കൊടുക്കലും സമ്മതം കൊടുക്കാട്ട് ഇന്നതെല്ലാം ഇതെല്ലാം ആയിട്ട് ഹദീസ് ഉണ്ട്. ആ മഹാൻ നമുക്ക് പഠിപ്പാട്ടിട്ടുണ്ട്. വമാന തക്രീരി അന്നഹു ഫഅല അഹദുൻ ഔ ഖാല ഷൈഅൻ ഫി ഹദ്റതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ തക്രീർ അംഗീകാരം ചെന്നെങ്കിലോ ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറ്റൊരു ഒരു കാര്യമാക്കിയിട്ട് വലം യുൻകിർഹു വലം യൻഹു അൻ ദാലിക ബൽ സകത വകററ. ആ കാര്യമാക്കുമ്പോൾ നബി തങ്ങൾ അത് ആക്കണ്ടാണ് ചെന്നിട്ടില്ല, പക്ഷേ നബി തങ്ങൾ എന്താക്കിയിട്ട് ബൽ സകത വകററ, അത് ആക്കുമ്പോൾ മുണ്ടതിച്ചിട്ട് അത് അംഗീകരിച്ചിട്ട് അത് സമ്മതിച്ചിട്ട് ആ ഒരു വിഷയത്തിലായിട്ട് തക്രീർ അഥവാ അംഗീകാരമായല്ലോ. അപ്പോൾ മൊത്തത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പലക, നബി തങ്ങ ആക്കിയോ സ്വരകാര്യങ്ങൾ, നബി തങ്ങ പിന്നെ അംഗീകരിച്ചതായ വിഷയങ്ങൾ, ഇതൊക്കെ ഹദീസ് ഉണ്ടായിട്ട് ചൊല്ലു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 23 വർഷത്തെ പ്രബോധനത്തിൽ സ്വഹാബത്തിൽ 10 ലക്ഷത്തോളം ഹദീസ് പഠിപ്പാട്ടിട്ടുണ്ട് നമുക്ക് കാണുക സാധ്യമാണ്. പക്ഷെ ഇന്ത്യ ലോകത്ത് ആ 10 ലക്ഷം ഹദീസിൽ എല്ലാം നമുക്ക് കിട്ടിയോണ്ടില്ല. അതിൽ ഇപ്പോൾ ഉള്ളത് 1 ലക്ഷം ഹദീസ് മാത്രമായിട്ട് സംഗ്രഹയോഗ്യമായിട്ടുള്ളത്. പിന്നെ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അൽ ജാമിഉൽ കബീറിൽ ഈ 1 ലക്ഷത്തോളം ഹദീസ് എടുത്ത് വന്നിട്ട് ചൊല്ലു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തുക്ക് പഠിപ്പാട്ടിയോ 10 ലക്ഷത്തോളം ഹദീസിൽ നക്ക് കണ്ടെത്തുക സാധ്യമായത് 1 ലക്ഷത്തോളം ഹദീസ് മാത്രമായിട്ട്. അപ്പോൾ ലോകത്ത് ഇനി ഒരു 1 ലക്ഷം ഹദീസ് നമുക്ക് കിട്ടാണ്ട് നഷ്ടപ്പെട്ടു പോയിട്ട്.
അപ്പൊ ഈ വിഷയമെല്ലാം ഈ ക്ലാസ് കേൾക്കുന്ന മുഅ്മിനീങ്ങളായാൽമാർ, ഫ്രണ്ട്സുമാരായാൽമാർ, സഹോദരന്മാർ അർത്ഥാക്കണം. ഇങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും അധ്വാനിച്ചിട്ടും ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പോലത്തെ വലിയ വലിയ ഹദീസ് പണ്ഡിതന്മാർ ഉണ്ടാക്കിയിട്ട് നമുക്ക് എത്തുപാട്ടി തന്ന ഹദീസ് നോക്കിയിട്ടായിട്ട് മുജ്തഹിദീങ്ങളായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു എല്ലാം ഇസ്ലാമിന്റെ നിയമങ്ങൾ ഫിഖ്ഹിന്റെ മസ്അലങ്ങൾ ഇവിടെ നമുക്ക് പഠിപ്പാട്ടി തന്നു. അതുപോലെ ಇನ್ನೊരു വിഷയമായി ഹദീസ് രംഗത്ത് നമ്മൾ പഠിക്കണായത് ഇസ്നാദ് ചെല്ലത്, പരമ്പര ചെല്ലത്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ സ്വഹാബി, ആ സ്വഹാബിയെ തൊട്ടിട്ട് നമുക്ക് ഹദീസ് എത്തുപാട്ടി തന്ന ആൾമാർ ಇವರು ಅದು ನಬಿ ತಮಗೆ ಎತ್ತುമ്പോൾ ಅವರು ಬೆಳೆಯರು ಸರಪಳಿ അവർ പരമ്പര ಅದಕ್ಕೆ ഇസ്നാദ് ഉണ്ടായിട്ട് ചെല്ലും. അപ്പൊ ആ കൂട്ടത്തിൽ ആരെങ്കിലും ദുർബലന്മാരായ ദഈഫീങ്ങളായ ആൾമാരുണ്ടെങ്കിൽ ആ ഹദീസ് സ്വീകരിക്കപ്പെടില്ല. ആ വിഷയം എന്താക്കണം, അർത്ഥാക്കണം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസ് ഞങ്ങൾ ചെന്ന് കൊടുക്കുമ്പോൾ, അത് ക്ലാസ് എടുക്കുമ്പോൾ, അത് വേറെ ആൾമാർക്ക് ഖുറാവ് ചെന്ന് കൊടുക്കും, എന്തെങ്കിലും അമലാക്കുക വിഷയം ചെന്ന് കൊടുക്കുമ്പോൾ അതിൽ കളവ് വന്നു പോതീരാ, അത് ഭയങ്കര പിന്നെ വലിയൊരു വിഷയമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിക്ക് പഠിപ്പാട്ടില്ല. മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ്വ മഖഅദഹു മിനന്നാർ. ഇത് രണ്ടുമേൽ ആരെങ്കിലും ഞാൻ ചെന്നതായിട്ട് ഒരു പലക, ഞാൻ ചെല്ലാത്ത ഒരു പലക, ഞാൻ ചെന്നതായിട്ട് ആരെങ്കിലും ആൾമാർ മുതൽ സമൂഹത്തെ മുതൽ ചെന്ന് കൊടുത്തെങ്കിൽ അവന്റെ ചെറു നരകത്തിലൊന്ന് ഉറപ്പിച്ചു കൊള്ളട്ടെ നബി സല്ലല്ലാഹു റിസർവ് ആക്കട്ടെ നബി തങ്ങൾ പഠിപ്പാട്ടി തന്നത്. എവിടത്തോളം ചെന്നെങ്കിൽ പിന്നെ ഹദീസ് സ്വീകരിക്കുന്ന ടൈമിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു, നിങ്ങൾ വലിയ ഹദീസ് പണ്ഡിതന്മാർ, ഇമാം നവവി റളിയല്ലാഹു അൻഹു, അതുപോലെ ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റഹിമഹുല്ലാ, ഇങ്ങെല്ലാവരും നമുക്ക് ഹദീസ് എത്തുപാടി തരുമ്പോൾ ആ ഹദീസിന്റെ പാരമ്പര്യത്തിൽ ആരെങ്കിലും ദുർബലന്മാരുള്ളാറാ അഥവാ സിക്കത്ത് അല്ലാത്ത ആൾമാർ, ലഈഫായ ആൾമാർ ആരെങ്കിലും ഉള്ളാറുണ്ടല്ലോ, ഭയങ്കര ശ്രദ്ധിച്ചിട്ടായിട്ട് ഹദീസ് സ്വീകരിക്കും, ഹദീസ് കബൂലാക്കും. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സൂക്ഷ്മതത്വ, ഒരു ചരിത്രം ഹദീസ് എടുക്കുമ്പോൾ അയാൾ കാട്ടിയ ഒരു സൂക്ഷ്മതത്വ, ഒരു ചരിത്രം നമുക്ക് കാണുക സാധ്യമാവും. അപ്പൊ ഒരു ഉസ്താദ് മുട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഹദീസ് സ്വീകരിക്കാൻ പോയിട്ടാകുമ്പോൾ അയാൾ ഒരു കാലി ഇട പിടിച്ചിട്ട് പിന്നെ ജാനുവാറോ അഥവാ പോത്തറെല്ലാം ഇങ്ങനെ വിളിച്ചോട്ടിട്ടു. ആ ഇടത്തില ആ കളത്തില എന്തും ഇല്ല, ഫുഡ് എന്തും ഇല്ല, തന്യ തെലിയ ആ ജാനുവാർക്ക് ഉപയോഗിക്കുമ്പോൾ എന്തും ഇല്ല. പക്ഷെ ആ ജാനുവാറ് കലിപ്പാട്ട് കയറ്റിക്കത് അയാൾ അങ്ങനെ വിളിച്ചോണ്ടുള്ളൂ. അപ്പൊ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനോട് അർത്ഥാക്കി എന്താ ചെന്നെങ്കിൽ, ഈ ഹദീസ് സ്വീകരിക്കുക വന്നതായ ഞാൻ, നന്റെ ഉസ്താദായ ഇയാള് പിന്നെ ഒരു ഇടത്തും കലത്തും പാത്രം എല്ലാം പിന്നെ കാട്ടിട്ട് ഒരു ജാനുവാറും പൈഡെല്ലാം ഇങ്ങനെ കലിപ്പാക്കിട്ടില്ലെങ്കിൽ ഇയാള് ചെന്തന്റെ ഹദീസിൽ എത്രമാത്രം കളവും നയിക്കും, എത്രമാത്രം ഇയാള് പിന്നെ കളവും അതുപോലെ വഞ്ചനലും ചതിയിലുമായിട്ട് കുണക്ക് ഹദീസ് ചെന്തന്റെ. കാരണം അയാൾ നിത്യജീവനമേ ഇങ്ങനെ കലിപ്പാട്ടലും വഞ്ചനാക്കലും ചതിയിലും ഇന്നെങ്കിൽ ഇയാൾ ചെന്തന്റെ ഹദീസും എന്തും വിലക്കലായിട്ട് ചെന്നിട്ട് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ആ പഠിക്കുക പോയോ ഉസ്താദറോ പിന്നെ ഹദീസ് കബൂലാക്കാണ്ട് തിരിച്ചിട്ട് വന്ന് അത്രയും സൂക്ഷ്മത കാണിച്ചോ ആളായത് കൊണ്ടായിട്ട് ഇണ്ടും അസഫുൽ കുത്തുബി ബഅദ കിതാബില്ലാഹി സഹീഹുൽ ബുഖാരി, വിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞെങ്കിൽ നമുക്ക് ഏത് തെളിവും ഏത് പ്രൂഫും പിന്നെ ലഈഫ് ഇല്ലാണ്ട് ദുർബലതയില്ലാണ്ട് പൂർണ്ണമായിട്ടും സ്വഹീഹായ ഹദീസ് അംഗീകരിക്കുക സാധ്യമായ രൂപത്തിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയുടെ എല്ലാവരും സ്വീകരിച്ചുകൊണ്ടുള്ളൂ. ഇനി നിങ്ങൾ നോക്കൊരു മാധ്യമങ്ങ ന്യൂസിങ്ങ പേപ്പറുങ്ങ സോഷ്യൽ മീഡിയ നിങ്ങൾ ഈ ആധുനിക ജഗത്ത് ഹൈടെക് യുഗ ഇത്തരെല്ലാം ഇംപ്രൂവ്മെന്റ് ആയെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഏതെങ്കിലും ഒരു വിഷയ വ്യക്തിമാരായ ആൾമാർ ഓരോ പേഴ്സൺമാർ അങ്ങ് ചെല്ലുമ്പോൾ വ്യതിരിക്തമായിട്ട് ചെന്നുകൊണ്ടുള്ളൂ. ഏതെങ്കിലും ഒരു രാജ്യത്തിൽ ഒരു വരതി ഒരു വിഷയമായിട്ട് ഒരുത്ത ചെല്ലു പിന്നെ രൂപത്തിൽ, പിന്നത്തെ ചെല്ലു പിന്നെ രൂപത്തിൽ, അല്ലെങ്കിൽ ഒരു രാജ്യത്ത് എന്തെങ്കിലും ഒരു ഘട്ടന ആയെങ്കിൽ ഒരുത്ത ചെല്ലു അത് അവിടെ അങ്ങനെ എത്തൂല, പിന്നത്തെ ചെല്ലു കൂടി ഇങ്ങനെ എത്തൂല. എന്തെങ്കിലും ഒരു ഉറപ്പിക്കില്ല, യക്കീന് ചെല്ലത് 100% ചെല്ലത് ഏത് വിഷയത്തിൽ ഉറപ്പിക്കില്ല, ഓരോരുത്തരൊന്നും ചെല്ലാറ് അങ്ങനെ നബിയുടെ ഹദീസ് അങ്ങനല്ല. അതൊക്കെ ഒരു ചേഞ്ചസും 1400 വർഷത്തിൽ പിന്നെ ആ 1400 വർഷത്തിൽ മുന്നിൽ നബി തങ്ങൾ ചെന്ന പലക്കത്ത് ഇപ്പോഴും എന്തിനുണ്ട് ഒരു കാലിക പ്രസക്തി ഉണ്ട്. അതിൽ അപരിപരാക്കനായി വന്നിട്ടില്ല. അത് ഇപ്പോഴും ഒരു ഇതെന്തുണ്ട് വലിയ ബഹുമാനം കാലിക പ്രസക്തി. പിന്നെ ഏത് വിഷയത്തിൽ നമുക്ക് ആ ഹദീസ് റിപ്പോർട്ട് ആക്കിയിട്ട് ചെല്ലുക ആകുമ്പോഴത്തെ ഒരു സ്പഷ്ടവും സമഗ്രവും സുഭദ്രവും സേഫുമായിട്ട് ഹദീസ് ലോക ചെല്ലത്. മാത്രമല്ല ഈ ഹദീസിന്റെ ക്ലാസ് എടുക്കുമ്പോൾ പിന്നെ ഹദീസിന്റെ വിഷയം പൽക്ക പറയുമ്പോൾ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പോലത്തെ വലിയ വലിയ മഹാന്മാർ അങ്ങനെല്ലാം ഭാരി സൂക്ഷ്മതലായിട്ട് ഹദീസിന്റെ വിഷയം കൈകാര്യമാക്കിയത്. ഇപ്പൊ ഞാൻ ഈ ക്ലാസ് നിങ്ങൾ മുന്നിൽ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഉളുവാക്കാണ്ട് വന്നിട്ട് ക്ലാസ് എടുത്തോണ്ടില്ല, ഉളുവാക്കിയിട്ടായിരിക്കും ക്ലാസ്. കാരണം ഈ ഹദീസിന്റെ ഫീൽഡ് ചെന്നെങ്കിൽ ഹദീസിന്റെ ക്ലാസ് എടുക്കോ, ഹദീസിലോ പിന്നെ ഷൂലാവിടോ, ഹദീസുമായി ബന്ധപ്പെട്ടോ എന്നെങ്കിൽ അതിക്ക് അത്രയും വലിയ പവർ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഇമാം ദാറുൽ ഹിജ്റ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ചരിത്രത്തെ വിഷയം ഇമാം അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു ചൊല്ലു, കാരണം ഇമാം മാലിക് ഇബ്നു അനസ് യുദർരിസു ഹദീസ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മദീന യുബാലിഗു അൽ-ഇഹ്തിറാമ വത്തഅലീം. പിന്നെ മുതഅല്ലിമി ഇമാം ദാറുൽ ഹിജ്റ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഹദീസ് ക്ലാസ് എടുക്കുമ്പോൾ ഭയങ്കര സൂക്ഷ്മതയിൽ പേടിച്ചിട്ട് ഭയങ്കര ബഹുമാനത്തിൽ അതബിലും ക്ലാസ് എടുത്തോണ്ടിരുന്നത്. അങ്ങനെ പിന്നെ പോണാറുപെട്ട ഭയങ്കര വിഷമുള്ള ഒരു പാമ്പു ഇമാം മാലിക് റളിയല്ലാഹു അൻഹുനോട് ഒത്താണ്ട് അവിടെ വെച്ചിട്ടാകുമ്പോൾ ശിഷ്യമാർ കേട്ടാൽ നിങ്ങൾ എന്തെങ്കിലും ഇത്തരം ബുദ്ധിമുട്ടിച്ചിട്ടും നിങ്ങൾ ഈ ഹദീസ് ക്ലാസ് എനിക്കാത്തെന്തോ അതൊക്കെ റീപ്ലേ ആക്കാത്തെന്തോ ആ പാമ്പ് നിങ്ങൾ കൊല്ലാത്തെന്തോ അത് കുപ്പതറാക്കാത്തെന്തോ കേട്ടിട്ടാകുമ്പോൾ നാം ലതഗതനി അഖറബു സിത്തു അശറത മറ വഅന സാബിറുൻ ഫി ജമീഇ ദാലിക ഇന്നമാ സബർതു ഇജ്ലാലൻ ലി ഹദീസ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വതഅലീമ. പാമ്പു വിഷമുള്ള പാമ്പ് പോണാറുപെട്ട കുത്തിയെങ്കും ഞാൻ ആ കുത്തിയ എല്ലാ ടൈമിലും സുബറാക്കിയ ഇന്നമാ സബർതു ഇജ്ലാലൻ ലി ഹദീസ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വതഅലീമ.
ആനാണ് സബറാക്കിയത്. വിശുദ്ധമായ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഫലക്കല്ലേ, നബി തങ്ങൾ ആക്ടിവിറ്റീസ് അല്ലേ, നബി തങ്ങൾ അംഗീകാരമുള്ള വിഷയമല്ലേ അതെല്ലാം. അപ്പൊ അതിലുള്ള ബഹുമാനിച്ചിട്ടായിട്ട് ഞാൻ എന്താക്കിയോ പിന്നെ അതിൽ ബഹുമാനിച്ചിട്ടായിട്ട് ഞാൻ അവിടെ മുണ്ടെത്തിച്ചുകൊണ്ട് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു നമുക്ക് വെളിപ്പാട്ടി അങ്ങനെ ഒരു മനുഷ്യരോ ജീവനത്തെ എല്ലാ വിഷയവും ഹദീസിൽ സ്പർശനാക്കിയത്. പിന്നെ ഒരു മനുഷ്യൻ എപ്പോൾ എണിക്കണു, ഒരു മുസ്ലിമുടെ ദിനചരി എന്തോ, പിന്നെ എപ്പോൾ ഉറങ്ങണു, എങ്ങനെ ബാത്റൂം പോകണു, അവന്റെ അബ്ബമാരോട്ട് എങ്ങനെ നിൽക്കണു, ഉസ്താദുമാരോട്ട് എങ്ങനെ നിൽക്കണു, പിന്നെ പെഞ്ഞീരോട്ട് എങ്ങനെ നിൽക്കണു, അവന്റെ കുടുംബജീവൻ എങ്ങനെ വേണം, നിരഹരങ്ങളോട്ട് എങ്ങനെ വേണം, പിന്നെ ആധുനിക പിന്നെ ഇന്നത്തെ ഈ ഹൈടെക് ദുനിയാവുలు എന്തെല്ലാം സമസ്യ, പിന്നെ ആത്മഹത്യ ആക്കണമുള്ളാറ്, പിന്നെ കടത്തിൽ മുങ്ങിട്ട് എന്തെല്ലാം ജീവനമേ വേണ്ടാണ്ട് എന്നിട്ട് സൂസൈഡ് ആക്കാമാറുള്ളാർ. ഇതിಗೆല്ലാം ಪರಿಹಾರ, ഇത് നല്ലൊരു ജീവനക്രമം എങ്ങനെ, ഒരു ಮುಸ್ಲಿಮರ ದಿನಚರಿ അങ്ങനെ, ಇದು ಎಲ್ಲದಕ್ಕೂ ಪರಿಹಾರ ಹದೀಸುలుండు. ಇವತ್ತೋಲೆ ನಿಮಗೆ ಅಂತಾರಾಷ್ಟ್ರೀಯ ಅಲ್ಲ ಅಡುಗೆ ಕೋಣೆಯಿಂದ ಅಂತಾರಾಷ್ಟ್ರೀಯ ಮಟ್ಟದವರೆಗೆ ಎಲ್ಲಾ ಸಮಸ್ಯೆಗಳಿಗೆ ಪರಿಹಾರ ಈ ಹದೀಸುలుంటాయి. അങ്ങനെ എല്ലാ ഓരോ വിഷയത്തെ സ്പർശിച്ചത് ഈ ഹദീസ് നിദാന ശാസ്ത്ര ചെല്ലത് മാത്രമല്ല. നാല് മുജ്തഹിദീങ്ങളായ പണ്ഡിതന്മാർ, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു എല്ലാവരും ഒരുപാട് ഹദീസ് കാണാണ്ട് ഗൊಂತುള്ള വലിയ വലിയ മഹാന്മാരായിട്ടിരിക്കാറ്. ഇണ്ട് സുപ്രസിദ്ധമായ ഈ ഹദീസ് കിതാബ് എന്ന് പറയുന്നത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹ് ബുഖാരി ആയിട്ടിക്കറ്. മാത്രമല്ല ಅದಕ್ಕೆ ಶರಹಾയിട്ട് വന്നത് ഫത്ഹുൽ ബാരി, പിന്നെ അതിന ഇമാം ഇബ്നു ഹജർ അൽ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബ്. അതെല്ലാം വേണ്ടി സുപ്രസിദ്ധമായി ദർസിലും അതുപോലെ മുതഅല്ലിമീങ്ങൾ പഠിക്കുന്നതും ഉസ്താദുമാർ ആൾമാർക്ക് പഠിപ്പാട്ടി കൊടുക്കുന്നതുമായ സുപ്രസിദ്ധമായ ഹദീസ് കിതാബുമായിട്ടിക്കറ്. മാത്രമല്ല ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുയുടെ സഹീഹ് മുസ്ലിം അതും ഒരു സുപ്രസിദ്ധമായ കിതാബ്. ಅದಕ್ಕೆ ഇമാം നവവി റളിയല്ലാഹു അൻഹു ವಿಶ್ವಪ್ರಸಿದ್ಧ ಶರಹ್ ಮುಸ್ಲಿಂ ಚೆಲ್ಲರು ವ್ಯಾಖ್ಯಾನ ಗ್ರಂಥ ಎಲ್ದಿರು. മാത്രമല്ല ഇതിന്റെ പള്ളി ദർസിലും സ്ഥാപനത്തിലും നാളെ മുതഅല്ലിമീങ്ങളും പഠിച്ചുകൊണ്ടുള്ള ഹദീസ് കിതാബ് മിഷ്കാത്ത്, റിയാദു സ്വാലിഹീൻ ഇങ്ങനെല്ലാം നമുക്ക് കാണുക സാധ്യമാണ്. ಅದಕ್ಕೆ റിയാദു സ്വാലിഹീൻ ദലീലുൽ ഫാലിഹീൻ ಚೆಲ್ಲರು ഇതിന്റെ വ്യാഖ്യാന ഗ്രന്ഥം ഉണ്ട്. അതുപോലെ മിഷ്കാത്തും ഈസി ആവുകയായിട്ട് മുല്ല അലിയുൽ ഖാരി റഹ്മത്തുള്ളാഹി അലൈഹി മിർഖാത്തുൽ മഫാത്തിഹ് എന്ന കിതാബും രചിച്ചിರು. അപ്പൊ നെല്ലിക്കുത്ത് ഉസ്താദ് മിർആത്ത് ചെല്ലൊരു കിതാബും ഉണ്ട്, വിപണിയിലുണ്ട്, മാറുകಟ್ಟೆയിലുണ്ട്. ആ രൂപത്തിലെല്ലാം സുപ്രസിദ്ധമായ ഒരുപാട് ഹദീസ് കിതാബ് പിന്നെ എടുത്തിട്ട് നമുക്ക് പഠിക്കുകയും അത് തിരഞ്ഞാൽ മാറട്ട നമുക്ക് പിന്നെ പഠിക്കുകയും നമുക്ക് തിരഞ്ഞിരെങ്കിൽ വേറെ ആൾമാർക്ക് പഠിപ്പാട്ടുകളെല്ലാം സാധ്യമാവും. അപ്പൊ ഹദീസറോ ഇത്തരെല്ലാം മഹത്വ മുഅ്മിനീങ്ങളായ ആൾമാർ ഈ ഗ്രൂപ്പിലുള്ള പിന്നെ ഈ വോയിസ് കേട്ടോണ്ടുള്ള ആൾമാർ ശ്രദ്ധിച്ചിട്ട് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഈ ഹദീസിന്റെ മഹത്വമെല്ലാം ശ്രേഷ്ഠതെല്ലാം നിങ്ങൾ മനസ്സിലാക്കി കൊണ്ട് ഇവർ കഷ്ടത്തെ ക്ലാസ് നിങ്ങൾ കേട്ടുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് ഓരോ നാൾ പിന്നെ ഓരോ ഹദീസിലോ ചെറിയ ചെറിയൊരു വ്യാഖ്യാനത്തോടെ ഖുർആൻ ആയത്തും പിന്നെ ചെറിയ ബൈത്ത് ചരിത്ര പിന്നെ നിങ്ങളെ സമകാലീന വിഷയമെല്ലാം വെച്ചിട്ട് ചെറിയ ചെറിയൊരു 15 മിനിറ്റ് ആണ്ടി ಅಪರ പോകാത്ത ഒരു ಕ್ಲಾಸ್ ಇನ್ಶಾ ಅಲ್ಲಾಹ್ ಎಲ್ಲ ನಾಳು ಇಕ್ಕು. ಅപ്പൊ ಅದಕ್ಕೆ ಎಲ್ಲರೂ ಸಪೋರ್ಟ್ ಹಾಕೊಂಡು ನೀವೆಲ್ಲರೂ ಸಹಕಾರ ಕೊಂಡಾಯಿಟ್ಟು ನನಗೆ നിങ്ങൾക്ക് ವಿಷಯ ಎಲ್ಲ ചെന്തറകും പിന്നെ ನನ್ನ ಇಲ್ಮು ಎಲ್ಲ ഉഷാറാക്കുകയും പിന്നെ നിങ്ങൾക്കും അതൊരു ഉപകാരമാകും എല്ലാം സാധ്യമാവും. അല്ലാഹു തആല ഈ സൽക്കർമ്മങ്ങളെല്ലാം നീ കബൂലാക്കിയോ, അല്ലാഹു തആല കബൂലാക്കി സൽക്കർമ്മത്തെ കൂട്ടത്തിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. ഇന്നൊരു ക്ലാസ്സിൽ നമുക്ക് സന്തോഷത്തിൽ കാണാം. അല്ലാഹു തആല ഞങ്ങളെല്ലാവരും ദുനിയാവിലും ആഖിറത്തിലും വിജയിച്ചാൽ മാറിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.